നിങ്ങളുടെ ചിന്തയ്ക്ക് പാകപ്പെടുത്താൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ ചിന്തയിൽ വന്ന കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഭൂമിയിൽ ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു ഫ്രെയിമിനകത്ത്, അല്ലെ ചില നിബന്ധനകൾക്കകത്ത്, ചില നിയന്ത്രണങ്ങൾക്കകത്ത്, ആ നിയന്ത്രണങ്ങളെല്ലാം നൽകുന്നതോടുകൂടി ഒരു പരലോകവും അതിനപ്പുറത്തെ കുറേ സാധ്യതകളും ഒക്കെ മനുഷ്യൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി തന്ന് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനെ പ്രസംഗമധ്യേ എല്ലാവരും പരിചയപ്പെടുത്തും. ഖൈറു ഉമ്മത്തായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിന് ശാന്തിയും സമാധാനവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നീതിയോടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ സൃഷ്ടിയിൽ വന്നിട്ടും ഉണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് ഈ നീതിയും സത്യവും ധർമ്മവും ഒന്നും ഈ ലോകത്ത് ഉടയതമ്പുരാൻ നടപ്പിലാക്കുന്നത് മനുഷ്യരിലൂടാണെന്നേ ഉള്ളൂ. അല്ലാതെ ഇസ്ലാം മത വിശ്വാസികളിലൂടെയാണ്, തൊപ്പിവെച്ചവരിലൂടെയും ദീക്ഷയുള്ളവരിലൂടെയുമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, അതിന് നമ്മളെ നയിക്കാൻ നിൽക്കുന്നവരിലൂടെയാണ് എന്ന് വിചാരിച്ച് വിഡ്ഢികളായി പോകരുത്. കുറേ നിഷ്കളങ്കരായ മനുഷ്യരുടെ സാധാരണ പ്രാർത്ഥനകളുണ്ടാവും. ആ പ്രാർത്ഥിക്കുന്ന മനസ്സുകളെ ഉടയതമ്പുരാൻ അറിയുന്നുമുണ്ടാവും. അതിനപ്പുറത്ത് ഈ കാണുന്നതൊക്കെ ഒരു കാപഢ്യമാണ്. നീതിക്ക് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും ഒക്കെ നിലകൊള്ളുന്നവർ ഈ പറയുന്ന സ്വയം അവകാശപ്പെടുന്ന ഖൈറു ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കുന്നവരായിരിക്കില്ല. ഇപ്പോഴത്തെ ഇറാൻ്റെ വിഷയത്തിൽ ചിന്തിച്ചതാണ് ഞാനങ്ങനെ. ഇറാനോട് കാണിച്ചത് അനീതിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതിൽ ആർക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും വഴിയില്ല. അതിൻ്റെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയ്ക്കിടയിൽ വളരെ പെട്ടെന്ന് കടന്നാക്രമിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെയും ഒരു വൃദ്ധനായ മനുഷ്യരെയും അടക്കം നിഷ്ഠുരമായി കൊല്ലുന്നു. ആ എണ്ണ എനിക്ക് വേണമെന്ന് പറയുന്നു. ആ ദ്വീപ് ഞാൻ എടുക്കുമെന്ന് പറയുന്നു. എനിക്ക് പറ്റുന്നവരെ വെച്ചാണ് ഞാൻ അവിടെ ഭരിപ്പിക്കാൻ പോകുന്നതെന്ന് ഈ വേട്ടയാടാൻ പോയ ആൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നിസ്സഹായരായി നിഷ്കളങ്കരായി കരയുന്ന കുറേ മനുഷ്യരുണ്ട്, ഒരുപാട് വിശ്വാസികളുണ്ട്. എന്നാൽ ആ സന്ദർഭത്തിലും നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കുന്നതാണ് ലാഭം, അല്ലെങ്കിൽ ഏത് പക്ഷത്ത് നിന്നാലാണ് നമുക്ക് നഷ്ടം വരിക, നമ്മുടെ തൊഴിൽ, വരുമാനം, പിരിവ്, നമ്മുടെ സംഘടന, ബോധ്യം, ഇതൊക്കെ നഷ്ടം വരുന്നത് എവിടെയാണെന്ന് നോക്കി നിൽക്കുന്ന കുറേ വിശ്വാസികളായ നേതാക്കൾ. ഇനി അത്തരം വിശ്വാസികളാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കുറേ രാജ്യങ്ങൾ. ഏതൊക്കെ രാജ്യങ്ങൾ? തുർക്കിയെപ്പോലെ, മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങളെപ്പോലെ, പിന്നെ ഏഷ്യൻ മേഖലയിലെ മറ്റ് മുസ്ലിം രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്നവരോ ഭരണാധികാരികൾ ഭരിക്കുന്നവരോ പോലെ. എന്നാൽ മറുവശത്ത് അവർക്ക് വേണ്ടി നോ പറയാനും സംസാരിക്കാനും അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉറക്കെ പറയാനും കഴിയുന്നത് ആരൊക്കെയാ? സ്പെയിനിനെ പോലെ, UK പോലെ, ഇറ്റലിയെപ്പോലെ, രഹസ്യമായി സഹായിക്കുന്ന ചൈനയെപ്പോലെ, റഷ്യയെപ്പോലെ. അവരാരും ഖൈറു ഉമ്മത്തിൽ പെടുന്നവരല്ല. അവരെല്ലാം ഇപ്പോൾ ഇത് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്ന നേതാക്കളുടെ പേര് പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന പേരുകളായി പോകുമെന്ന് വിചാരിച്ചാണ്. ആ പറയുന്ന നേതാക്കളെപ്പോലെ ഉള്ള ആളുകളാരുമല്ല. ആ രാജ്യത്തിൻ്റെ നേതാക്കൾക്കാർക്കും അള്ളാഹുവിലോ അന്ത്യദിനത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ വിശ്വാസമില്ല. അവരാരും ബദർ യുദ്ധത്തിൻ്റെ വക്താക്കളല്ല. പക്ഷേ ആ ചെയ്തത് അനീതിയാണ് എന്നറിയാവുന്നവർ ഉറക്കെ 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 വീണ്ടും ഉറക്കെ 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 എന്നൊക്കെ നമ്മൾ പറയില്ലേ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, അതുപോലെ പറഞ്ഞു ബേണി സാൻഡേഴ്സിനെ പോലെയുള്ളവർ, ഒരുപാട് സിനിമാ നടന്മാർ, അങ്ങനെയുള്ള ആളുകളൊക്കെയും. എന്നാൽ ഖൈറു ഉമ്മത്തുകാരോ? അപ്പോൾ അതുകൊണ്ട് ഖൈറു ഉമ്മത്താക്കാനൊക്കെ അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ നിസ്സഹായരായ മനുഷ്യരും ആയിട്ടുണ്ടാവും. പക്ഷേ അധികാരം, സംഘടന, വരുമാനം, പിരിവ് ഇതൊക്കെ കയറിപ്പോയാൽ നഊദുബില്ല നമ്മുടെ കാര്യവും പോക്കാം. അതുകൊണ്ട് ഇതിലൊന്നും പെടുത്താതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അതിനോടൊപ്പം സഞ്ചരിക്കേണ്ടി വരും. അവർ പറയുന്നത് നമ്മളിലെ സദ്യ കഴിച്ചിട്ട് മോര് കുടിക്കുന്ന പോലെ ഇങ്ങനെ കയ്യിൽ കോരി കുടിക്കേണ്ടി വരും. കാര്യം നടത്തുന്നതിന് പുട്ടിനും, പിന്നെ അതുപോലെ തന്നെ സ്പെയിൻ്റെ പ്രസിഡൻറ്റും കാർണിയും അതുപോലെ മറ്റു പലരുമുള്ള ആളുകളൊക്കെ മതിയായതാണ് പടച്ചതമ്പുരാന്. ഖൈറു ഉമ്മത്തിൽ വലിയ പ്രതീക്ഷ പടച്ചവനും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അറ്റ്ലീസ്റ്റ് ഫോർ നൗ, ഈ വർത്തമാനകാലത്തിലെങ്കിലും. ചിന്തിച്ചോളൂ ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന്.